ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കുൽഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റിയാണ്, കാണാനും നല്ല ഭംഗിയുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുൽഫി മിക്സ് റെഡിയാക്കി എടുക്കണം. ഒരു ബൗളിലേക്ക് 1 കപ്പ് പാല്, 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു കുൽഫി മിക്സാണ് നമ്മുടെ കേക്കിലേക്ക് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് 1 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിൽ ബാക്കിയുള്ള പാൽ ഒരു 1/4 ഭാഗം ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ബാക്കി 1/4 കപ്പ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇടുക. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പാലും കസ്റ്റാർഡ് പൗഡറും മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കിട്ടും. നല്ലതുപോലെ കുറുകി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി ഒഴിച്ച് വെക്കാം നമുക്ക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അല്പം ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. നല്ലതുപോലെ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കപ്പിലേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന 1/2 കപ്പോളം പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് പിന്നെ 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് സീവ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 2 പ്രാവശ്യം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം വേണേലും നമുക്ക് അരിച്ചെടുക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ കേക്ക്. ഇനി ഈ മിക്സ് നമുക്ക് നമ്മുടെ മുട്ടയുടെ കൂട്ടിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ കട്ടിയാവുകയാണ് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാല് കുറേശ്ശെ ഒഴിച്ച് കാണണ്ട് കേക്കിൻ്റെ ബാറ്ററാക്കി നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. ഈ സമയം നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ആ പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ ഓയിൽ തടവിയതിന് ശേഷം മാറ്റി വയ്ക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പാത്രം നമ്മൾ ചൂടാക്കി എടുക്കണം. അപ്പോൾ ആ പാല് ഞാൻ 2 പാർട്ടായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു ബാറ്ററാക്കി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കേക്ക് ബേക്കാക്കി എടുക്കുന്നത്. ചെറിയൊരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് 4 വശം ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനൊരു കമ്പി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താലും മതി. ഈ ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്കാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്കൊരു തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30-35-40 മിനിറ്റോളം നമുക്കിത് ബേക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടാണ്. നല്ലതുപോലെ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് ഇത് മാറ്റാം. അപ്പോൾ ഞാൻ ക്രീം ഇവിടെ വിപ്പ് ചെയ്തെടുക്കണം. ഫിയോണിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ആദ്യം ഒന്ന് ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് ഐസിങ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മാവൊക്കെ നന്നായിട്ട് അരിച്ചെടുത്ത് നല്ലതുപോലെ റെഡിയാക്കി എടുത്ത് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി കിട്ടും. ഇനി ഇതൊന്ന് 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 3 അല്ല 4 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ചെറിയ കേക്ക് തന്നെയാണ്, ഹൈറ്റുള്ള ഒരു ചെറിയ കേക്കായിരുന്നു. അപ്പോൾ ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കുൽഫി മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ക്രീം തേച്ചിട്ട് നമുക്ക് ഓരോ ലെയറായിട്ട് ഓരോ ലെയറിലും നമുക്ക് ഷുഗർ സിറപ്പും വെറ്റ് ചെയ്യാം, ക്രീമും അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മേലായിട്ട് നമ്മൾ കുൽഫി മിക്സും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അത്രയ്ക്കും നല്ല കിഡു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്കിന്. ബാക്കിയുള്ള കേക്കും ഞാൻ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തു, അതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്തു, പിന്നെ നമ്മുടെ കുൽഫി മിക്സ് റെഡിയാക്കിയെടുത്തു. ലാസ്റ്റ് കേക്കിൻ്റെ ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്യാം നമുക്ക്. ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടൊന്നും കേക്ക് ഐസിങ് ചെയ്യാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയുന്നത് പോലെ ഞാനിവിടെ കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കുൽഫി മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ശേഷം പിന്നെ എടുത്തിട്ടുള്ളതാണിത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ കുൽഫി മിക്സ് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കേക്കിൻ്റെ ബോർഡൊന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് ചെരിച്ച് കൊടുത്താൽ മതി, 4 വശവും ഒന്ന്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അതായിക്കോളും. പതുക്കെ ഒന്ന് ചെരിച്ച് കൊടുത്താൽ മതി. നല്ലതുപോലെ 4 വശത്തേക്കും ആയിട്ടുണ്ട്. ഇനി ആ കേക്കിൻ്റെ ബോർഡിലൊക്കെ ആയിട്ടുള്ള ക്രീമൊക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കട്ടെ. കേക്കിൻ്റെ ബോർഡൊക്കെ ഞാനൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ചെറിയ തരിയായിട്ട് കാണുന്നത് നമ്മുടെ ഏലക്ക പൊടിച്ചതിൻ്റെ ആ ഒരു തരിയാണ്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ചെറുതായിട്ടൊരു ഫ്ലവർ പോലെ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമേ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ആ കുൽഫി മിക്സൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് ഒന്ന് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ സൈഡിലായിട്ടൊരു ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്തയുടെ സ്ലൈസസ് ആണിത്. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഞാൻ. അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കാം. കുൽഫിയുടെ കേക്കാണല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും മസ്റ്റാണ് ഈ ഒരു പിസ്തയുടെ ഈ ഒരു കൂട്ട്. 4 വശത്തും ഇതുപോലെ നമുക്ക് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കേക്കിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ടൊരു 3 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനുസ് കിച്ചൻ ആൻഡ് വ്ലോഗ്.